സ്വാഗതം ടോപ് 10ലേക്ക്. നിയമനങ്ങളിലെ രാജവിധിയിൽ പാളയത്തിൽ പടയും. കോൺഗ്രസിനും KSUവിനും ഇടയിലെ ഭിന്നത പരസ്യമാക്കുകയാണ് കൊച്ചിയിലെ പൊതുവേദി. തങ്ങളുടെ ചോരയും നീരുമാണ് UDF സർക്കാർ എന്ന KSUവിന്റെ ഓർമ്മപ്പെടുത്തലുകൾ അതിന് മൂർച്ചയേറ്റുന്നു. KSU എന്ന സംഘടനയെ തന്നെ അപ്രസക്തമാക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ KC പക്ഷം നേതാക്കൾ വിമർശിക്കുമ്പോൾ VD സതീശന് ഇത് പുതിയ തലവേദന. കേരളം ഇരുട്ടിലേക്ക് വീഴുമ്പോൾ വെളിച്ചത്തിന് വഴിയൊരുക്കാതെ നേതാക്കളുടെ പരസ്യപ്പോര് അത്ര നല്ലതിനല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ പ്രധാന വാർത്തകളിലേക്ക്. ടാറ്റയുടെ കപ്പൽ നിർമ്മാണ നിക്ഷേപം എന്ന പ്രഖ്യാപനത്തിൽ മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നല്ല ഉദ്ദേശിച്ചതെന്ന് VD സതീശൻ. മിഷൻ സമുദ്രയുടെ ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് സൂചിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന്റെ വിശദീകരണം കപ്പൽ നിർമ്മാണ പദ്ധതി ആലോചനയിലില്ല എന്ന ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയതിനു പിന്നാലെ ടാറ്റ നിക്ഷേപ പദ്ധതി LDF സർക്കാരിന്റേതെന്നും മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞാകരുതെന്നും മുൻ മന്ത്രി P രാജീവ്. രാജ്യത്ത് അഭിമാനമായി ഇന്ത്യൻ റെയിൽവേ. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. പദ്ധതിയിൽ കേരളത്തിലെ 6 സ്റ്റേഷനുകളും. ബഹിരാകാശ രംഗത്ത് മറ്റൊരു വിപ്ലവത്തിന് രാജ്യം. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം നാളെ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. നിയന്ത്രണം തുടരും. വൈദ്യുതി വാങ്ങാൻ നീക്കം. റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗ് നാളെ. പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകൂട്ടി നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ മുടങ്ങി പാലക്കാട് രോഗി മരിച്ചുവെന്ന് പരാതി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതി. അപകട സാധ്യത ഒഴിവാക്കാൻ മണ്ണ് നീക്കം ചെയ്യണമെന്ന ജില്ലാ അതോറിറ്റിയുടെ ആവശ്യം സംസ്ഥാന അതോറിറ്റി അവഗണിച്ചു. കരാർ കമ്പനിക്കും പൊതുമരാമത്ത് വകുപ്പിനും വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ. ലീഡർ നിയമന തർക്കത്തിനിടെ KSU സംസ്ഥാന അധ്യക്ഷന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി. KSUവിന്റെ ചോരയും നീരുമാണ് UDF സർക്കാരെന്ന അലോഷ്യസ് സേവ്യർ. തെറ്റിനിയും ചൂണ്ടിക്കാട്ടുമെന്നും അലോഷ്യസ്. KSUവിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. വഖഫ് ബോർഡ് നിയമനത്തിൽ രാഷ്ട്രീയ വിവാദം കടുക്കുന്നു. സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കോൺഗ്രസും മുസ്ലിം ലീഗും ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചു എന്ന് വിമർശനം. വിഷയം പഠിക്കാമെന്ന് മാത്രമാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞതെന്നും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും മുസ്ലിം ലീഗ്. ഗുജറാത്ത് ATS നടത്തിയ ഓപ്പറേഷനിൽ രാജ്യത്ത് 5 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൂടി പിടിയിൽ. സുരക്ഷാ സേനയുടെ പിടിയിലായത് ബോംബ് സ്ഫോടനത്തിന് പരിശീലനം ലഭിച്ചവർ. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ഗാരി ഫീൽഡ്സോബേഴ്സ് അന്തരിച്ചു. വിടവാങ്ങിയത് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ. ഫുട്ബോൾ ലോകകപ്പിലെ ലൂസേഴ്സ് ഫൈനൽ നാളെ രാത്രി 2:30-ന്. 3ാം സ്ഥാനത്തിനായുള്ള പോരാട്ടം ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ. അർജന്റീന സ്പെയിൻ കിരീട പോരാട്ടം ഞായറാഴ്ച രാത്രി. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ നിലപാട് മയപ്പെടുത്തി CPI. പദവിയിൽ CPIക്ക് വാശിയില്ല എന്നും LDFന്റെ ഐക്യമാണ് പ്രധാനമെന്നും ബിനോയ് വിശ്വം. ചർച്ചയ്ക്കായി എക്കാലവും CPI വാതിൽ തുറന്നിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി. ഇല്ലാത്ത പ്രശ്നത്തിന് എന്ത് ചർച്ചയെന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പിണറായി വിജയൻ. സ്റ്റോറി ഓഫ് ദി ഡേ. സ്വന്തം കരവിരുത് വിറ്റ് ജീവൻ തിരിച്ചുപിടിക്കാൻ ഒരു യുവാവ്. കപ്പൽ നിർമ്മാണത്തിൽ കള്ളം പറഞ്ഞതാര്? ടാറ്റയോ മുഖ്യമന്ത്രിയോ? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മിഷൻ സമുദ്രയുടെ ഭാഗമായുള്ള കേരളത്തിലെ നിക്ഷേപം തങ്ങൾ അറിഞ്ഞില്ല എന്ന ടാറ്റയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാരിന് വിശദീകരണക്കുറിപ്പ് തന്നെ ഇറക്കേണ്ടി വന്നു. ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നല്ല ഉദ്ദേശിച്ചത്. മിഷൻ സമുദ്രയുടെ ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞ് VD സതീശൻ ഇന്ന് മലക്കം മറിഞ്ഞു.
സംസ്ഥാനത്ത് നിർമ്മാണ സംരംഭത്തിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായും ഇതുമായി ബന്ധപ്പെട്ട അനുമതിക്കായി ടാറ്റ ഗ്രൂപ്പ് അപേക്ഷ നൽകിയതായും ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഇങ്ങനെയൊരു പദ്ധതി ആലോചനയിലില്ലെന്ന് ടാറ്റ ഗ്രൂപ്പ് വക്താവ് വ്യക്തമാക്കിയതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിരിക്കുന്നത്. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചതെന്നും അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ലെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പദ്ധതികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള പ്രമുഖ നിക്ഷേപകരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകളിലൂടെ മികച്ച നിക്ഷേപം സമീപഭാവിയിൽ സംസ്ഥാനത്തേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്നും കേരളത്തെ രാജ്യത്തെ പ്രമുഖ സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഉയർത്തുകയും അതിലൂടെ തൊഴിലവസരങ്ങളും വ്യവസായ വളർച്ചയും സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന മിഷൻ സമുദ്ര യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞാകരുതെന്ന് മുൻ മന്ത്രി പി രാജീവ്. ടാറ്റ നിക്ഷേപം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചതാണ്. 2025 ഇൻവെസ്റ്റ് കേരളയിൽ പദ്ധതി അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മിഷൻ സമുദ്രയിലെ പദ്ധതിയായി മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നുവെന്നും പി രാജീവ് പറഞ്ഞു. അപ്പൊ ഈ 2 മാസത്തെ അനുഭവം അല്ലത്. അദ്ദേഹം അല്പമെങ്കിലും സത്യസന്ധതയെങ്കിലും കാണിക്കണ്ടേ? ഇനി വരാൻ പോകുമ്പോൾ എന്താ? ഇപ്പൊ ടാറ്റയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി പോകുന്നത് കേരളത്തിലെയാണ്. ടാറ്റയെ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിൽ തന്നെ വിളികൾ വന്നു. പിന്നെ ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതിലൊന്ന്, ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വന്നാലും എടുത്തു ചാടി പറയാൻ പാടില്ല. കാരണം എല്ലാ സ്റ്റേറ്റും പുറകെ നിൽക്കുന്ന കാലാണ്. പുകയില്ല, മലിനീകരണവുമില്ല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറക്കി പുതുചരിത്രം തീർത്തിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടിൽ ആദ്യ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. സമഗ്ര മേഖലകളിലും ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നതിന്റെ ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ രാജ്യത്ത് ആദ്യമായി സർവീസ് നടത്തുന്ന ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, US എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ ധീരമായ തീരുമാനമാണ് ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കാൻ കാരണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. आज का दिन ऐतिहासिक दिन है. एक ऐसी टेक्नोलॉजिकल उपलब्धि भारत ने आज हासिल की है जो इसीलिए संभव हो पाई क्योंकि भारत के नेतृत्व ने एक ऐसा बड़ा संकल्प लिया कि हाइड्रोजन की पूरी टेक्नोलॉजी देश में विकसित करेंगे. നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ്. 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനിപത് റൂട്ടിലെ ആദ്യ സർവീസിൽ ജിന്ദിലെ സ്കൂൾ വിദ്യാർത്ഥികളും യാത്ര ചെയ്തു. ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണെന്നും എല്ലാ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഹൈഡ്രജൻ എഞ്ചിൻ നിർമ്മാണം നടത്തിയത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ട്രെയിൻ മലിനീകരണ തോത് കുറയ്ക്കും. രാജ്യത്തെ മറ്റു റൂട്ടുകളിലും ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമൃത് ഭാരതിലൂടെ മുഖം മിനുക്കുകയാണ് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ. അങ്ങനെ മോഡി വരുത്തിയ 75 സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. അക്കൂട്ടത്തിൽ കേരളത്തിലെ 6 സ്റ്റേഷനുകളും ഉണ്ട്. ലോകോത്തര നിലവാരം
നിലവാരത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനുകളെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക്. രാജ്യത്ത് പുനർനവീകരിച്ച 75 സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. കേരളത്തിൽ തലശ്ശേരി, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി, തിരൂർ, ചാലക്കുടി, അങ്കമാലി, കാലടി എന്നീ സ്റ്റേഷനുകളാണ് 9 മുതൽ 26 കോടി രൂപ മുതൽ മുടക്കിൽ നവീകരിച്ചത്. വിവിധ സ്റ്റേഷനുകളിൽ ഒരുക്കിയ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ പങ്കാളികളായി. പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്തു പകരുന്നതാണ് പുതിയ അമൃത് സ്റ്റേഷനുകൾ. പ്രാദേശിക സംസ്കാരത്തിലും വാസ്തുവിദ്യയിലും അധിഷ്ഠിതമായ കെട്ടിട നിർമ്മാണം, വർദ്ധിപ്പിച്ച പാർക്കിംഗ്, യാത്രക്കാർക്ക് വിപുലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ശൗചാലയങ്ങൾ, സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ, അനൗൺസ്മെന്റ് ഡിസ്പ്ലേ ബോർഡുകൾ, യാത്രാ സൗകര്യത്തിനായി ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ എന്നിവയും ഭിന്നശേഷി സൗഹൃദ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം നാളെ രാവിലെ 11:30 നടക്കും. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് സ്വകാര്യ എയ്റോസ്പേസ് കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യൻ റോക്കറ്റ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഭ്രമണപഥത്തിലെത്താൻ ഒരുങ്ങുന്നത് ഇതാദ്യമായാണ്. ദൗത്യത്തിന് ആഗമൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വിക്ഷേപണം വിജയിച്ചാൽ മിഷൻ ആഗമൻ ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ വ്യവസായ രംഗത്തിന് മുതൽക്കൂട്ടാകും. സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റുകൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനുമുള്ള കഴിവ് ഇതോടെ തെളിയിക്കപ്പെടും. ഏകദേശം 20 മീറ്ററിലധികം ഉയരമുള്ള വിക്രം 1ന് ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോവർ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കും. 350 കിലോഗ്രാം വരെയുള്ള ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാനും ശേഷിയുണ്ട്. റോക്കറ്റിലെ ലിക്വിഡ് എഞ്ചിനുകൾ 3D പ്രിന്റ് ചെയ്തെടുത്തവയാണ്. കൂടാതെ ഭാരം കുറഞ്ഞ കാർബൺ കോമ്പോസിറ്റ് ഘടനയിലാണ് നിർമ്മാണം. ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡി ക്യൂബ്സ് എന്നിവയുടെ വിവിധ സാങ്കേതിക വിദ്യാ പ്രദർശന പേലോഡുകളും സ്കൈറൂട്ടിന്റെ തന്നെ സ്കോപ്പ് പേലോഡും റോക്കറ്റ് വഹിക്കും. മിഷൻ ആഗമൻ കുതിച്ചുയരുമ്പോൾ സ്വകാര്യ ഇന്ത്യൻ കമ്പനികൾ പതിവായി ബഹിരാകാശ ദൗത്യങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ യുഗത്തിനാകും തുടക്കമാവുക. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വിക്രം 1 വികസിപ്പിച്ചത്. മുൻ ISRO ശാസ്ത്രജ്ഞരായ പവൻകുമാർ ചന്ദയും നാഗ്ഭരത് ദാക്കയും ചേർന്ന് 2018 സ്കൈറൂട്ട് എയ്റോസ്പേസ് സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഒരുങ്ങുകയാണ് KCB. KCBയുടെ അപേക്ഷ നാളെ ചേരുന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിക്കും. ഹ്രസ്വകാല കരാറിൽ ഉയർന്ന വിലയിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യവും KCBയുടെ പരിഗണനയിലുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങുന്നതിന് അനുമതി തേടി KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചത്. റെഗുലേറ്ററി കമ്മീഷന്റെ നാളെ ചേരുന്ന സിറ്റിംഗിൽ ഇക്കാര്യം പരിഗണിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ സോളാർ ശേഖരങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങാനാണ് KCB അപേക്ഷ നൽകിയിരിക്കുന്നത്. പീക്ക് സമയങ്ങളിൽ ഹ്രസ്വകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന വിലയ്ക്കും വൈദ്യുതി വാങ്ങുന്ന കാര്യവും KCBയുടെ പരിഗണനയിലാണ്. ഇതിനും റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടിയിട്ടുണ്ട്. അതേസമയം ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് KCBയുടെ അറിയിപ്പ്. പീക്ക് അവറിൽ 400 മുതൽ 500 മെഗാവാട്ട് വൈദ്യുതിയുടെ അധിക ആവശ്യം ഉണ്ടാകും. ഈ സമയങ്ങളിൽ 1000 മെഗാവാട്ട് അധിക വൈദ്യുതിയുടെ ഉപഭോഗമാണ് ഉണ്ടാകാൻ സാധ്യതയെന്നും KCB കണക്കാക്കുന്നു. അതിനാൽ തന്നെ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരും. രാത്രി 7 മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാകും നിയന്ത്രണം ഏർപ്പെടുത്തുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുതി വിതരണ രംഗത്ത് നേരിടുന്നത് വലിയ പ്രതിസന്ധിയെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. വൈദ്യുതി ഉപഭോഗത്തിൽ 1100 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ പിന്തുണ തേടുകയാണ് മന്ത്രി. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മഴയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുണ്ട്. രാജ്യത്തിന് മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇപ്പോൾ പവർ കട്ട് ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്ര ബാക്കിയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അപ്പോൾ നേരത്തെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്നല്ലേ ഇത് കാണിക്കുന്നത്?
അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു ദുരവസ്ഥ വന്നിട്ടുള്ളത്. പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചു എന്ന ആരോപണം. ആരോഗ്യ പ്രവർത്തക ചിത്ര അഭയ് ഫേസ്ബുക്കിലൂടെയാണ് ദുരനുഭവം പങ്കുവച്ചത്. ആശുപത്രിയിൽ നിന്ന് ഓക്സിജന്റെ സഹായത്തോടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത രോഗിയാണ് മരിച്ചത്. അർദ്ധരാത്രിയിൽ കറണ്ട് പോയതിനെ തുടർന്ന് ഓക്സിജൻ ലെവൽ താണതോടെ KSEB ഓഫീസിലേക്ക് വീട്ടുകാർ വിളിച്ചുവെന്നും എന്നാൽ എന്തുകൊണ്ട് ഇൻവെർട്ടർ മേടിച്ചില്ല എന്ന ചോദ്യമായിരുന്നു മറുപടിയെന്നും ചിത്ര പറയുന്നു. ആരും അറിയപ്പെടാതെ ഇതുപോലെ ജീവനുകൾ നഷ്ടപ്പെടുന്നു എന്ന സത്യം മനസ്സിലാക്കണമെന്നും എല്ലാവർക്കും ഇൻവെർട്ടർ മേടിക്കാനുള്ള വരുമാനം ഉണ്ടാകില്ലെന്നും സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചിത്ര കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ഭവനിലേക്ക് DYFI മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തെ ഇരുണ്ട കാലത്തേക്ക് നയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തെ ഇന്ദിരാകട്ട് എന്ന് പരിഹസിച്ചാണ് DYFI സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. വൈദ്യുതി ഭവനിലേക്ക് മെഴുകുതിരിയും ചൂട്ടും കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കർണാടകയിൽ നിന്നുൾപ്പെടെ വൈദ്യുതി വാങ്ങാൻ സാഹചര്യമുണ്ടായിട്ടും സർക്കാർ സംവിധാനത്തിലെ വീഴ്ചയും മന്ത്രിമാരുടെ ഏകോപനക്കുറവുമാണ് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് DYFI കുറ്റപ്പെടുത്തി. ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ട് പല തട്ടിപ്പുകളും വിളിച്ചു പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പുതുയുഗത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കേരളത്തിലെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. ഇരുണ്ട കാലത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ DYFI ഉയർത്തും. ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടക്കുന്ന സമയത്ത് വൈദ്യുതി നിയന്ത്രണം കായിക പ്രേമികളെയും നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. വിവിധ സമയങ്ങളിലായി 1 മണിക്കൂറിലധികമാണ് വൈദ്യുതി തടസ്സം നേരിടുന്നത്. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, കണ്ണൂർ. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അനാസ്ഥയുണ്ടായി എന്ന അമിക്കസ് ക്യൂറി. 5 തവണ ജില്ലാ അതോറിറ്റി മുൻകരുതൽ റിപ്പോർട്ട് നൽകിയിട്ടും സംസ്ഥാന അതോറിറ്റി അവഗണിച്ചുവെന്ന അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കണമെന്നാണ് ശുപാർശ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുരങ്കം നിർമ്മിച്ചപ്പോൾ കുഴിച്ചെടുത്ത മണ്ണ് നീക്കം ചെയ്യണമെന്ന് 5 തവണ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന അതോറിറ്റി അത് അവഗണിച്ചെന്നാണ് റിപ്പോർട്ട്. കരാർ കമ്പനിക്കും പൊതുമരാമത്ത് വകുപ്പിനും വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാത്തത് ദുരന്തത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരം മരണപ്പെട്ടവരുടെ അനന്തരാവകാശികൾക്ക് കൈമാറാമെന്ന് കോടതി ഉത്തരവിട്ടു. അനന്തരാവകാശികൾ നിയമപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് പണം കൈമാറാം. 9 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ 18 ലക്ഷം രൂപ അനുവദിച്ചെന്ന് സർക്കാർ അറിയിച്ചു. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം ലഭ്യമാക്കും. ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകുന്നുണ്ടെന്നും സർക്കാർ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി. പോരിന് പുതുതലം തുറന്നിട്ട VDയും KSU. പ്ലീഡർ നിയമനത്തിലെ തർക്കത്തിനിടെ ഇന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ വന്നു. പക്ഷേ കാണാത്തതുപോലെ മുഖ്യമന്ത്രി പോയോ എന്ന സംശയമുണ്ട് അലോഷ്യസിന്. തുടർന്ന് തന്റെ രാഷ്ട്രീയം ചിരിക്കുകയാണ് എന്ന പ്രതികരണം. KSUവിന്റെ ചോരയും നീരും കൂടി ചേർന്നതാണ് ഈ സർക്കാർ എന്ന് ഓർമ്മപ്പെടുത്താനും KSU സംസ്ഥാന അധ്യക്ഷൻ മറന്നില്ല. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിലെ ഭിന്നത നിലനിൽക്കെയാണ് കൊച്ചി SH കോളേജിൽ ഒരേ വേദിയിൽ മുഖ്യമന്ത്രി VD സതീശനും KSU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും പങ്കെടുത്തത്. വേദിയിൽ സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന അലോഷ്യസിന് മുഖം കൊടുക്കാതെ സതീശൻ മടങ്ങിയത് ഭിന്നത ആഴത്തിലുള്ളതാണെന്നതിന്റെ തെളിവായി. മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് സതീശൻ സ്വന്തം കലാലയത്തിലെത്തുന്നത്. അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും കോളേജ് മാനേജ്മെന്റും ചേർന്നാണ് സതീശന് സ്വീകരണം നൽകിയത്.
വിവാദത്തിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ കാണാൻ KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യർ അനുമതി നേടിയെങ്കിലും സമയം ലഭിച്ചിരുന്നില്ല. ഇന്ന് എറണാകുളത്ത് പഠിച്ച കോളേജിലെ സ്വീകരണ ചടങ്ങിൽ ഒരുമിച്ച് കണ്ടിട്ടും മുഖ്യമന്ത്രി ചിരിക്കാതെ കടന്നുപോയതിനെക്കുറിച്ച് അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ച രാഷ്ട്രീയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ആ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്, അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പ്ലീഡറായി നിയമനം ലഭിച്ച അഭിഭാഷക ജയോണ ജെയിംസ് തിരുവനന്തപുരം ലോ കോളേജിൽ SFI നേതാവായിരുന്നു എന്നതാണ് KSUവിന്റെ ആരോപണം. എന്നാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ മുഖ്യമന്ത്രി പരിഹാസങ്ങൾ എന്ന രീതിയിൽ മറുപടി നൽകുകയായിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രിയും KSUവും തമ്മിലുള്ള അകൽച്ച രൂപം കൊണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. പ്ലീഡർ നിയമന വിവാദം പൊടിപിടിക്കുമ്പോൾ KSU എന്ന സംഘടനയെ തന്നെ അപ്രസക്തമാക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അപ്പാടെ അംഗീകരിക്കാനാകുന്നില്ല നേതാക്കൾക്ക്. KSUവിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ല എന്ന KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ ഓർമ്മപ്പെടുത്തൽ. നേതാക്കൾ അങ്ങനെ പരസ്യപ്പോര് തുടരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പരിധി വിട്ടുള്ള വിമർശനം അനുവദിക്കില്ല എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ താക്കീത് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് KSU നേതാക്കളെ കാണാത്തതെന്ന് മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും KSUവിൽ നിന്നും വളർന്നു വന്നവരാണ്. KSUവിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. KSU നേതാക്കളെ മുഖ്യമന്ത്രി വൈകാതെ കാണുമെന്നാണ് താൻ കരുതുന്നതെന്നും ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതേസമയം വിമർശനങ്ങൾക്ക് പരിധിയുണ്ടെന്നും പരിധി വിട്ടുള്ള വിമർശനം അനുവദിക്കില്ലെന്നും AP അനിൽകുമാർ വ്യക്തമാക്കി. KSU ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും അതുകൊണ്ട് തന്നെ അഭിപ്രായ പ്രകടനം നടത്താറുണ്ടെന്നും AP അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസും KSUവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വതന്ത്രമായ ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ അവർക്കുണ്ട്. അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും, അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോവാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടും ഇത് അനുവദിക്കാതിരുന്നതിലാണ് നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ നടപടിയെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസും മുസ്ലിം ലീഗും സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുവെന്നും പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു. എന്നാൽ മുസ്ലിം ലീഗ് ആരോപണം തള്ളി. വിഷയം പഠിക്കാമെന്ന് മാത്രമാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞതെന്നും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കിയെന്നും കേരളത്തിലും നടപ്പാക്കാൻ UDF സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ BJPയുമായി ഒത്തുകളിക്കുകയാണെന്നും ഇതിലൂടെ വഖഫ് ബോർഡിന്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുത്താനാണ് നീക്കമെന്നും ആരോപണം. കോൺഗ്രസും മുസ്ലിം ലീഗും സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. വ്യത്യസ്ത മതവിഭാഗങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളാണ്
ഇതേവരെ തുടർന്നു വരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കളവാണെന്നും വിശദമായി പരിശോധിക്കാമെന്നും മാത്രമാണ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തതെന്നും ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് അമുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ജൂലൈ 20 കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് വഖഫ് വിഷയത്തിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ ആരോപണ പ്രത്യാരോപണം കടുപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംഘടനാ സംവിധാനത്തിലൂടെ വ്യവസ്ഥാപിതമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരുടെയും നേതൃത്വത്തിന്റെയും യോഗത്തിലാണ് തീരുമാനം. മുസ്ലിം മന്ത്രിമാർ പാർട്ടിക്ക് അതീതമായി പ്രവർത്തിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പാണക്കാട് യോഗം ചേർന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർ പാർട്ടി പ്രവർത്തകരെ അവഗണിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചായ സൽക്കാരം എന്ന പേരിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം പാണക്കാട് നടന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ഓരോ വകുപ്പുകളുടെയും വിശകലനം യോഗത്തിൽ നടന്നു. പാർട്ടി പ്രവർത്തകരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും പരാതി മന്ത്രിമാരെ ബോധ്യപ്പെടുത്തി. 2 മാസത്തിലൊരിക്കൽ മന്ത്രിമാരുടെ പ്രവർത്തനം വിശകലനം ചെയ്യാനും യോഗം തീരുമാനിച്ചു. നാളെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം ചർച്ച ചെയ്യും. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ പാർട്ടി കൂടി ഇടയ്ക്ക് വിശകലനം ചെയ്യും, ചർച്ച ചെയ്യും. അതിന് ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തി തീരുമാനങ്ങൾ എടുത്തു. നാളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിൻ്റെ കൊണ്ടാണ് തലേ ദിവസം ഞങ്ങൾ യോഗം ചേർന്ന് അപ്ഡേറ്റ് ആക്കിയത്. ഈ നാളത്തെ യോഗത്തിൽ ഞങ്ങൾക്ക് ഇത് അവതരിപ്പിക്കണം. പിന്നെ പാർട്ടി വേദികളിൽ ഞങ്ങളിത് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സൗഹൃദ നേരത്തെ ഉണ്ടാക്കിയ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി പോകണം, സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ പോകണം എന്നുള്ളത് കൊണ്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇന്നുണ്ടായത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഏതാണ്ട് പൂർത്തിയായി എങ്കിലും പുതുതായി ആരെങ്കിലും ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കും. PM ശ്രീ പദ്ധതി, മദ്യത്തിന്റെ നികുതി പരിഷ്കരണം, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയും യോഗം ചർച്ച ചെയ്തു. ലീഗ് മന്ത്രിമാർക്ക് പുറമെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PMA സലാം തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. രാജ്യത്ത് ഭീകരാക്രമണ ഗൂഢാലോചന നടത്തിയ 5 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ കൂടി പിടികൂടി സുരക്ഷാസേന. ഗുജറാത്ത് ATS നടത്തിയ ഓപ്പറേഷനിലാണ് മുഹമ്മദ് അയ്യൂബ്, ഷാഫി, മുഹമ്മദ് ഹസൻ, കരാദിയ തുടങ്ങിയ ഭീകരർ പിടിയിലായത്. ബോംബ് സ്ഫോടനം നടത്താനും തോക്കുൾപ്പെടെ ആയുധം ഉപയോഗിക്കാനും പരിശീലനം ലഭിച്ചവരാണ് പിടിയിലായതെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഈ മാസം ആദ്യം ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആയുധശേഖരവുമായി 6 ഭീകരരെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തത്. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ഗാരി ഫീൽ സോബേഴ്സ് അന്തരിച്ചു. ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് വിടവാങ്ങിയത്. 89 വയസ്സായിരുന്നു. ബാർബഡോസിലെ വീട്ടിലായിരുന്നു അന്ത്യം. 93 ടെസ്റ്റിൽ നിന്ന് 8032 റൺസും 235 വിക്കറ്റും നേടിയിട്ടുണ്ട്. 1965 മുതൽ 72 വരെ വിൻഡീസിന്റെ ക്യാപ്റ്റനായിരുന്നു. അക്രമോത്സുക ബാറ്റിംഗ് ശൈലിയിൽ കളിച്ച ഇടം കയ്യൻ ബാറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. 1958 കിങ്സ്റ്റണിൽ വെച്ച് പാകിസ്ഥാനെതിരെ പുറത്താകാതെ നേടിയ 365 റൺസ് ഏറെക്കാലം ലോക റെക്കോർഡായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഒരു ഓവറിലെ എല്ലാ പന്തുകളും 6 അടിക്കുന്ന ആദ്യ കളിക്കാരനാണ് ഗാരി സോബേഴ്സ്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിലെ 3ാം സ്ഥാനത്തിനായുള്ള മത്സരം നാളെ നടക്കും. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം നാളെ രാത്രി 2:30 മിയാമിയിലാണ് മത്സരം. ബ്രോൺസ് ഫൈനൽ എന്ന് വിളിക്കുന്ന ഈ മത്സരം ഇരു ടീമുകൾക്കും തങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള അവസരമാണ്. അർജന്റീന സ്പെയിൻ കിരീട പോരാട്ടം മറ്റന്നാളാണ്.
ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്താളുകളിൽ റെക്കോർഡുകളുടെ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് അർജന്റീനയും ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയും. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, ഗോളുകൾ, അസിസ്റ്റുകൾ, മാൻ ഓഫ് ദ മാച്ച് എന്നിവ ഉൾപ്പെടെ സ്വന്തം റെക്കോർഡുകളും തിരുത്തി കുറിക്കുകയാണ് മെസ്സി. മുപ്പത്തിയൊൻപതാം വയസ്സിലും ലോകകപ്പ് റെക്കോർഡുകൾ തിരുത്തിയെഴുതുന്ന മെസ്സി ഏറ്റവും മികച്ച രാജ്യാന്തര കരിയറിലൂടെയാണ് കടന്നുപോകുന്നത്. 2026 ലോകകപ്പിൽ കളത്തിലിറങ്ങിയതോടെ 6 ലോകകപ്പുകളിൽ പന്ത് തട്ടുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം താരമായി മെസ്സി മാറി. 31 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി 2400-ലധികം മിനിറ്റുകൾ ചെലവഴിച്ച മെസ്സിയാണ് ടൂർണമെന്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം. നേരത്തെ അൾജീരിയക്കെതിരായ മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന അത്യപൂർവ നേട്ടവും മെസ്സിക്ക് സ്വന്തം. ഈ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ 16 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടവും മെസ്സി തന്റെ പേരിലാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ 10 അസിസ്റ്റുകൾ തികയ്ക്കുന്ന ചരിത്രത്തിലെ ആദ്യ കളിക്കാരനെന്ന റെക്കോർഡും ഇപ്പോൾ മെസ്സിക്ക് സ്വന്തം. ഇതോടെ ഈ ലോകകപ്പിലെ മെസ്സിയുടെ ആകെ അസിസ്റ്റുകളുടെ എണ്ണം 12 ഉയർന്നു. ട്രിബിളിംഗിലെ എക്കാലത്തെയും മികച്ച നേട്ടം മെസ്സിക്ക് തന്നെയാണ്. സീനിയർ തലത്തിൽ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരായ തന്റെ ആദ്യ മത്സരത്തിൽ മെസ്സി 9 ട്രിബിളിംഗുകൾ വിജയകരമായി പൂർത്തിയാക്കി. ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ മെസ്സി പൂർത്തിയാക്കുന്ന ഏറ്റവും ഉയർന്ന ട്രിബിളിംഗുകളുടെ എണ്ണത്തിന് ഒപ്പമാണ് ഇത്. ഇതോടെ ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ 9 ട്രിബിളിംഗുകളും 2 അസിസ്റ്റുകളും രേഖപ്പെടുത്തുന്ന ആദ്യ കളിക്കാരനായും മെസ്സി മാറി. ലോകകപ്പ് ഫൈനൽ കളിക്കുന്നതിലും റെക്കോർഡ് നേട്ടമാണ് മെസ്സിക്ക്. 2014-ലും 2022-ലും കളിച്ച മെസ്സി 2026-ൽ തന്റെ കരിയറിലെ 3ാമത്തെ ലോകകപ്പ് ഫൈനലിനായിട്ടാണ് ഇറങ്ങുന്നത്. ബ്രസീലിന്റെ കഫുവിന് ശേഷം 3 ലോകകപ്പ് ഫൈനലുകളിൽ കളിക്കുന്ന ചരിത്രത്തിലെ താരങ്ങൾക്കൊപ്പമായി മെസ്സി മാറി. അതേസമയം ടീം തലത്തിലും റെക്കോർഡുകൾ മറികടക്കുകയാണ് അർജന്റീന. ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ ബോക്സിന് പുറത്തുനിന്നും 5 ഗോളുകൾ നേടുന്ന ആദ്യ ടീമായി അർജന്റീന മാറി. 1966-ന് ശേഷം ഒരു പതിപ്പിൽ നേടുന്ന ഏറ്റവും ഉയർന്ന റെക്കോർഡിനൊപ്പമാണ് ഇത്. ഇത്തവണ ഫൈനലിലെത്തിയതോടെ ഒരു ലോകകപ്പ് പതിപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ വിജയിക്കുന്ന രണ്ടാമത്തെ രാജ്യമെന്ന ബ്രസീലിന്റെ ചരിത്ര റെക്കോർഡിനൊപ്പമാണ് അർജന്റീന. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.